ഒരു കോടി വിത്ത് കോമഡി കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ദിശാ വ്യതിയാനം മനസ്സിലായല്ലോ. നമ്മളൊന്ന് റൂട്ട് മാറ്റി പിടിച്ചിരിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറയുണ്ടായി, കരച്ചിൽ കണ്ട് മടുത്തു, സിനിമാ കഥ പോലെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്ന് റൂട്ട് മാറ്റി പിടിച്ചിരിക്കുന്നത്. ഈ റൂട്ട് കറക്റ്റാണ് എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും എന്നോട് നേരിട്ടും അല്ലാതെയും വാട്സപ്പ് വഴിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇന്നും നമ്മൾ അതേ റൂട്ടിലാണ്. ഒരു കോടി വിത്ത് കോമഡിയിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇന്ന് ആരാവും ഈ വേദിയിലെ മത്സരാർത്ഥി? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ അറിയാം, ഈ മര്യാദയ്ക്കപ്പുറം നിൽക്കുന്ന ഒരാളിനെ ഒറ്റ മര്യാദ കൊണ്ട് മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ ബൈജു സന്തോഷ്. ഹായ് ബൈജു, കണ്ടതിൽ വളരെ സന്തോഷം. സന്തോഷം. ഒരു മര്യാദ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പിന്നെ ഇങ്ങോട്ട് നിൽക്കാം. ബൈജു സന്തോഷ്, കണ്ടതിൽ വളരെ സന്തോഷം. കുറെ കാലമായി നമ്മൾ കണ്ടു. നമ്മളൊരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടു ഈ അടുത്തിടയ്ക്ക്. നമ്മൾ അടുത്തിരുന്ന ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മാത്രമല്ല, നമുക്ക് ഈ തലസ്ഥാനം ഒരു സ്വാധീനമാണല്ലോ. കൂടുതൽ ചെറുപ്പമായി വരുന്ന ഒരു തോന്നൽ അല്ലേ? ഓക്കെ, ഞാനല്ല, ബൈജുവിന്റെ കാര്യം. അല്ലെ, ഇത്രയും മെമ്മറി. ഈ ലൂസിഫറിലാണല്ലോ ബൈജുവിന്റെ ക്യാച്ച് വേർഡ് ആൾക്കാർക്ക് ഇഷ്ടമായത്. ഒരു മര്യാദ വേണ്ടടി. അതിന്റെ ക്രെഡിറ്റ് മുരളി ഗോപിയാണ്. ആണോ? പുള്ളി എഴുതി വെച്ചിരുന്നു അതല്ലേ? പിന്നെ ഞാൻ വിചാരിച്ചത് ബൈജുവിന്റെ സംഭാഷണത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അല്ലല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതൊരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അടിച്ചപ്പോൾ അത് എറിച്ചു അല്ലേ? അതിന്റെ കറക്റ്റ് സിറ്റുവേഷൻ കൂടെ വന്നപ്പോ ഭയങ്കരമായിട്ട് കൊളുത്തി. ആ മുഴുവൻ ഡയലോഗ് എങ്ങനെയായിരുന്നു ബൈജു? അത് ഓർക്കുന്നുണ്ടോ അത് സിനിമയിലെ? നിന്നെ പോലെ ഒരുത്തൻ അപ്പുറത്ത് നിന്ന് ഒറ്റുമ്പോ നിനക്ക് തോന്നിയില്ലേടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? വെടിവെക്കണം, വെടിവെക്കാം, കുഴപ്പമില്ല. അതായിരുന്നു അല്ലേ? അത് വളരെ കാച്ചിങ് ആയിരുന്നു സംഭവം. മാത്രമല്ല, ഇത് ആൾക്കാർക്ക് ചില യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ? എനിക്ക് ബൈജുവിന്റെ ചെറുപ്പകാലമൊക്കെ ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് ഈ അഭിനയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു? 12 വയസ്സിൽ തുടങ്ങിയല്ലേ? കളി അപ്പോഴേ തുടങ്ങി. 43 വർഷമായില്ലേ? 43 വർഷമായി. ആഘോഷിച്ചോ ആരെങ്കിലും? ഇല്ല, ഇതുവരെ ആഘോഷിച്ചില്ല. അതെന്താ? ആൾക്കാർ 50 ആകുമ്പോൾ ആഘോഷിക്കാം. ബൈജു അറ്റ് 50. ഇനി 7 വർഷം കൂടെ ഇല്ലേ? മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ ആഘോഷിക്കാൻ ആൾക്കാർ മറന്നുപോയാൽ നമ്മൾ കയറി ആഘോഷിച്ചളയും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്നോട് ചോദിച്ചാണ് ചാനലിൽ നിന്നൊക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിയട്ടെ, ഇപ്പൊ അതിന്റെ സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ. അത് എന്തിനു വേണ്ടിയാ ബൈജു കാത്തിരിക്കുന്നത്? ഏതെങ്കിലും 50 വയസ്സാകട്ടെ, 50 വർഷമാവട്ടെ. 50 വയസ്സൊക്കെ കഴിഞ്ഞു. 50 വർഷം ആകട്ടെ എന്നുള്ള സിനിമയിൽ 50 കൊല്ലം. ഇതിനിടയിൽ മിത്രങ്ങളുടെ എണ്ണം കൂടിയോ ശത്രുക്കളുടെ എണ്ണം കൂടിയോ? ഈ 43 വർഷം പിന്നിട്ടല്ലോ. എനിക്ക് അങ്ങനെ വലിയ ശത്രുക്കളൊന്നുമില്ല. അല്ല, ഈ ബൈജുവിന്റെ ഒരു നേച്ചർ എനിക്കറിയാം. ഉള്ളതങ്ങ് തൂക്കി പറയുമല്ലോ, ബാക്കിയൊന്നും വെക്കത്തില്ലല്ലോ. അല്ല, അത് അറിയാന്നുള്ളതുകൊണ്ട് എന്നോട് ശത്രുതയില്ല. ഇല്ല, അല്ല, അവര് തന്നെ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ശത്രുതയുടെ ആവശ്യമില്ല. ബൈജുവിന് ട്രിവാൻഡ്രത്ത് അല്ലാതെ ബൈജുവിന്റെ പൊതുവെയുള്ള സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഈ സിനിമയിൽ ആരാ കൂടുതൽ അടുപ്പമുള്ള ആള്? സിനിമയില് സുരേഷ് ഗോപി, മുകേഷ്, ജഗദീഷ്, വിജയരാഘവൻ, ജോണി ആന്റണി. ഈ പുതിയ ജനറേഷനുമായിട്ട് നമുക്ക് വലിയ അടുപ്പമില്ലേ? ഉണ്ട്. അജു വർഗീസ്, ബേസില് കുഴപ്പമില്ല. പൃഥ്വിരാജ് നമുക്ക് ഡീൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ല, ഒരു പാടുമില്ല. എനിക്കൊന്ന് ബൈജുവിന്റെ ഒരു നേച്ചറാന്ന് തോന്നുന്നു. അവര് കുഴപ്പമൊന്നുമില്ല. അവര് ബ്ലണ്ടാണല്ലോ കാര്യങ്ങൾ, നേരായ വഴിക്ക് കാര്യങ്ങൾ പറയാം. നല്ല വേവ് ലെങ്ത് ആണ്. പിന്നെ മാത്രമല്ല, ഈ പണ്ടൊക്കെ സിനിമാ താരത്തോട് നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ എത്രയോ വർഷമായിട്ട് ഈ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നു, കലാപരിപാടി. അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സൂക്ഷിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറുപടി പറയും. ഇപ്പോൾ ഇവരോട് അടിയുണ്ടോ ആശാനെ എന്ന് ചോദിച്ചാലേ അടിച്ചിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്ന് തന്നെ പറയുന്നവരാ പുതിയ ജനറേഷൻ. അവർക്ക് അങ്ങനെ ഇത് അവര് കുറച്ചുകൂടെ ഒരു റിയാലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. സ്ട്രേറ്റാ അല്ലേ? മറ്റുള്ളവരാണെങ്കിൽ അത് അവർക്ക് അങ്ങനെ ഒന്നിലും ഒരു ഭയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബൈജു സ്കൂളിൽ തുടങ്ങിയല്ലേ പരിപാടി? സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. യാദൃച്ഛികമായിട്ടാണ് സിനിമ വന്നത്. സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഈ ട്രിവാൻഡ്രത്തെ ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ, നാടകത്തിലും സിനിമയിലൊക്കെ സജീവമായിട്ടുള്ള. സംഘത്തിൽപ്പെട്ടോ? അതോ? ഇല്ല, ഒരു സംഘത്തിലും പെട്ടില്ല. ഗ്രൂപ്പിലൊന്നും ഇല്ല? ഒരു ഗ്രൂപ്പിലും ഇല്ല. ഫാൻസ് അസോസിയേഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല? ഉണ്ടായിരുന്നു. അത് കോവിഡ് സമയത്ത് പിരിച്ചുവിട്ടു, അലിഞ്ഞുപോയി. അത് പിന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അല്ല, പണച്ചെലവുണ്ടോ ഫാൻസ് അസോസിയേഷൻ? എനിക്ക് അങ്ങനെ വലിയ പണച്ചെലവൊന്നുമില്ല. അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് അവരായിട്ട് താനേ വന്നിട്ട് അവരായിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതൊക്കെ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്, നമുക്കത് വേണോ. എന്തിനാ ഇത് സംഘമായിട്ട് വന്നത്? അല്ല, അതൊരു ഇഷ്ടം, അത് നമ്മളടുത്തുള്ളൊരു ഇഷ്ടം. അല്ല, എന്തെങ്കിലും നാടിന് ഗുണം വരുന്ന ഒരു നാട്ടുകാരെന്നുള്ള സ്നേഹം, അതൊക്കെ ഉള്ളു അതിനകത്ത്. എത്ര കൊല്ലം നിന്നു? ഒരു 2 വർഷം നിന്നാണ്. 2 കൊല്ലം പക്ഷെ ചിലരൊക്കെ അത് കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ടല്ലോ. കൊണ്ട് നടക്കാൻ വലിയ പാടാണ്. പ്രധാനമായിട്ട് പ്രശ്നം ചെലവാണോ? പ്രശ്നം അത് ചെലവിന്റെ അല്ല, അത് ഇത് എന്താ പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടണം, അവരുമൊക്കെ ആയിട്ട് ഒരു ടച്ച് വേണം.
ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. ഇതിന് കമ്മിറ്റികളൊക്കെ എടുക്കുമോ സാധാരണ ഈ ഫാൻസ്? കമ്മിറ്റി അവരൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നുമില്ല, ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് വരെ ഒന്നും എത്തിയില്ല അത്. ഇത് അതിനുമ്പ് വീണു. പിന്നെ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഇനി ഒരു ഫാൻസ് അസോസിയേഷനിലൂടെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല ബൈജു, ഈ പൊതുവേ ഈ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു പിൻബലം ഉണ്ടെന്ന് നിർമ്മാതാവിന് തോന്നാൻ അല്ലെങ്കിൽ സംവിധായകന് തോന്നാൻ ഒരു കാരണമാവും. അതൊരു നായക നിരയിൽ നിൽക്കുന്ന ആളിനെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അല്ലാത്ത രണ്ടാം നിരയ്ക്ക് ആവശ്യമില്ല. അല്ല, ഒന്നാം നിരയ്ക്കും ആവശ്യമുണ്ടോ ശരിക്കും? ഒന്നാം നിരയ്ക്ക് ഉള്ളത് നല്ലതായിരിക്കും. കാര്യം ഒരു പുഷല്ലേ അത്. ഒരു പടം, ഒരു നായകന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതൊരു പുഷാണത്. ഒരു ഹീറോയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. അല്ല, ഇപ്പോൾ ബൈജു ഈയിടയ്ക്കായിട്ട് ഒരു വിവാദം ഉണ്ടായി. പല സിനിമകളിൽ ആള് കയറ്റി വിജയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഈ ഫാൻസ് ഉണ്ടെങ്കിൽ അവര് കാശ് കൊടുത്ത് ഇത് എന്തെന്നറിയോ, ഈ ആള് കയറ്റി വിജയിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ? അതായത് ഒരു സിനിമ മിനിമം ഒരാഴ്ചയെങ്കിലും തിയേറ്ററിൽ ഓടിയ മാത്രമേ ഈ OTT പ്ലാറ്റ്ഫോമിൽ എടുക്കുകയുള്ളൂ. ഇതിപ്പോ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ലെന്നേ. അവരൊരു സിനിമ അല്ലെ അവർ ഓടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഫാൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ചോദിച്ച ചോദ്യം അതാണ്, ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഈ അസോസിയേഷൻ കാര്യം നമ്മൾ ആള് കയറ്റിനെ കാശ് ചെലവാക്കണമല്ലോ. അപ്പൊ ചെലവാക്കാതെ ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവർ ടിക്കറ്റ് എടുത്ത് കയറി കണ്ട ആള് നിറച്ചോളൂ എന്ന് ചോദിക്കുക. അല്ല, അതിനുള്ള ആൾക്കാർ, അതിനു വേണ്ടിയിട്ടുള്ള ഫാൻസ് വേണ്ടേ അതിന്? അല്ല, കേരളത്തിൽ ഇഷ്ടം പോലെ ഫാൻസ് അല്ല, എല്ലാ ജില്ലയിലും ഇപ്പൊ ഒരു നടൻ, ഒരു ഹീറോയ്ക്ക് ഫാൻസ് ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പൊ ഒരു ജില്ലയിൽ ഒരു കൂടി ഇപ്പൊ 100 പേരൊക്കെ കാണുള്ളൂ. അവർക്ക് ഒരു ദിവസമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാ ദിവസവും ഇവർക്ക് എന്റെ കയറി സിനിമ ഓടിക്കാൻ പാടായിരിക്കും. പാടാണ് അല്ലേ? ഒരു ദിവസം അല്ലെ 2 ദിവസം ഓടിക്കാം, അത്രേ പറ്റുള്ളൂ. ബൈജുവിനോട് അനുകൂലിക്കല്ലേ അത്യാവശ്യം ആളെ നിറച്ച് അല്ലേ? എങ്ങനെയെങ്കിലും ബിസിനസിന്റെ ഭാഗം, ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ അല്ലേ, ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി തന്നെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഒരു 3 കോടി രൂപ മുടക്കുന്ന ആളിന് തീർച്ചയായിട്ടും അതെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റും. ഒരു മര്യാദ വേണ്ടി അല്ലേ? മര്യാദ അവർക്ക് ഉള്ളതുകൊണ്ടാണ് ആളെ കേട്ടത്. ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുമ്പോ അത്യാവശ്യം വികൃതിയായ പയ്യനായിരുന്നു ബൈജു. ഉറപ്പായിട്ടും. ആൽത്തറയിൽ ഒരു സംഘമൊക്കെ ഉണ്ടായിരുന്നല്ലോ ബൈജുവിന്. അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥലമല്ലേ അത്, നമ്മുടെ ആ ഏരിയ വെള്ളയമ്പലം, ഒരു കുട്ടി രാജാവായിരുന്നു. വഴുതക്കാട്, ശാസ്തമംഗലം. ഞാൻ ബൈജു ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ആ സ്ഥലത്താ. ആ സ്ഥലം ട്രിവാൻഡ്രം ക്ലബ്ബ്, SMC, ആ ഏരിയ പിടിച്ചു. ഞാൻ ഈ ക്ലബിലൊക്കെ മെമ്പറാണ്, 2 ക്ലബിലെ മെമ്പറാണ്. എല്ലാ ഈവനിങ്ങിലും അവിടെ ഉണ്ടാവുമോ? മിക്കവാറും ഇവിടെ ഉണ്ടെങ്കിൽ വീശാനോ ഇരിക്കാനോ? വീശുകയും ചെയ്യും, ഇരിക്കുകയും ചെയ്യും. രണ്ടുണ്ട്. മണിക്കൂർ നീണ്ടു പോവോ? ഒരു 12 മണിയിലൊക്കെ ഇരിക്കും. 10 മണിക്കേ പോവുള്ളൂ. 2 മണിക്കൂർ ഇരിക്കും. അത് രസമാണ് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ്. ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ഗോസിപ്പിംഗ് ആണോ പരിപാടി അവിടെ? അല്ലേ, ഗോസിപ്പൊന്നുമില്ല. അല്ല, രാഷ്ട്രീയം പറയും, സിനിമയെ പറ്റി പറയും, ക്ലബിനെ പറ്റി പറയും, അതൊക്കെ ഉള്ളൂ. അല്ല, വേറെ ഒന്നുമില്ല. ബൈജു വിശ്വാസിയാണോ? എന്തിന്റെ? ഈശ്വര വിശ്വാസിയാണോ? അല്ല. അല്ല അല്ല പേരൊക്കെ ന്യൂമറോളജി നോക്കിയിട്ടാന്ന് പറഞ്ഞു. ഏതാ? സന്തോഷം കുമാർ എന്നാണ് എന്റെ ഗുഡ് നെയിം. ബൈജു എന്നുള്ള വീട്ടിൽ വിളിക്കുന്ന പേര്. അത് ചേർത്തു, ബൈജു സന്തോഷ് ചേർത്തു. ആ കുമാർ വിട്ട് കളഞ്ഞു. കുമാറാണ് ഇപ്പോഴും. ഭയങ്കര നീളമല്ലേ അത്? അതുകൊണ്ട് ബൈജു സന്തോഷ് കുമാർ, ബൈജു സന്തോഷ്. പക്ഷെ ബൈജു സന്തോഷ് കുമാർ ആയാലും കുഴപ്പം, ഒരു പേരിനൊരു ഒരു ഗുമ്മുണ്ട്. എനിക്കൊന്ന് ഈ ബാലചന്ദ്ര മേനോന്റെ സിനിമയില് എനിക്കൊന്ന് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള, അതിലാണല്ലോ ബൈജു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അല്ല, അതിനകത്ത് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിനകത്തൊക്കെ ചെറിയ റോളായിരുന്നു. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയുന്നത് സിനിമ കേൾക്കാത്ത ശബ്ദമായിരുന്നു. അതിലാണ് ബാലേന്ദ്രമേനോൻ തന്നെ. ഓക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ബൈജു എന്ന പേരിൽ ഇപ്പൊ എല്ലാവരും ചിലരൊക്കെ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ ബൈജു എന്നായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും പറയുന്നത്. ആ സ്ലാങ് പിടിക്കും. അപ്പൊ ഇവിടെ തൃശ്ശൂരിൽ ഇന്നസെന്റ് ആയിട്ട് അലക്കുന്നു, അവിടെ ട്രിവാൻഡ്രത്ത് മണി അലക്കി, നമ്മള് ആൽത്തറക്കട അലക്കുന്നു. അപ്പോൾ ഇത് ആ കാലത്ത് പള്ളിക്കൂട കാലത്തേക്കാണ് നമ്മൾ മടങ്ങി പോകുന്നത്. പള്ളിക്കൂട കാലത്ത് പൊതുവെ ഈ നാടകം, അഭിനയം ഇതൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥി പഠിക്കുമായിരുന്നു. പഠിക്കാനൊക്കെ മോശമായിരുന്നു. 5ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് വിദ്യാലയ സ്കൂളിലാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് നാടകത്തിലൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ആകെ 2 നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ. അല്ല, ഇത് ആരാ ആദ്യമായിട്ട് ഒരാൾ വേണമല്ലോ നമുക്ക് വഴി പിടിച്ച് നടത്താൻ? അത് വേറെ ഒന്നുമല്ല, അത് ഈ മണിയമ്പിള്ള എന്ന സിനിമയില് 7-8 പയ്യന്മാരുണ്ട് അതിനകത്ത്, പിള്ളേര് സെറ്റ്. അപ്പൊ ആ പിള്ളേര് സെറ്റിലെ ഒരാളായിരുന്നു ഞാനും. അത് കബീർക്കാന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്ന് സ്കൂളിൽ വന്ന് കുറെ പേരെ കൊണ്ടുപോയി എന്നെ കൂട്ടത്തിൽ പോയതാ. അങ്ങനെ അങ്ങ് പിടിച്ചു കയറി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ സംഭവിച്ചു പോയി. അല്ല, ബൈജുവിന്റെ കയ്യിൽ ചില വികൃതികളും തോന്നിയാസമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കാര്യം അറിയോ, ചില ചില്ലറ പരിപാടികൾ കുട്ടിക്കാലത്താ, ഇപ്പോഴല്ല. ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അതായത് ഡബ് ചെയ്യാൻ പോയപ്പോ ഒരു 50 രൂപ കിട്ടി ഒരു സിനിമ അല്ലേ? ഉടനെ ബലൂൺ, മുകേഷിന്റെ സിനിമയായിരുന്നു ഫസ്റ്റ് സിനിമ ബലൂൺ. പക്ഷേ ആ ബലൂൺ പൊട്ടിക്കുന്ന രീതിയിൽ നമ്മൾ തരംഗിണി സ്റ്റുഡിയോയുടെ ഗേറ്റിന്റെ മേളിൽ കൂടെ ചാടാൻ ശ്രമിച്ചു. സന്തോഷം സഹിക്കാൻ വയ്യാൻ സെക്യൂരിറ്റി കയറി കാലെ പിടിച്ചു. സെക്യൂരിറ്റി നേപ്പാളി കൂർക്കായിരുന്നു. അപ്പൊ അവൻ കാലെ പിടിച്ച് വലിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 50 രൂപ കാണിച്ചു. അപ്പൊ അവൻ വിചാരിച്ചു അയാൾക്ക് ടിപ്പ് കൊടുക്കാനായിരിക്കും വിചാരിച്ചു. അപ്പൊ ആ 50 കാണിച്ചപ്പോ വിട്ടു.
കാലിൽ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ ചാടി ഓടി. അല്ല, എനിക്ക് മനസ്സിലാത്ത നമുക്ക് സന്തോഷം ഒരു ഗേറ്റ് ചാടി അപ്പുറം ചാടുക എന്ന് പറഞ്ഞാൽ അതും തരംകിടിയിൽ ഗേറ്റ് പൂട്ടിയിട്ടൊക്കെ പൂട്ടിയിട്ട്. ഓ, അതുകൊണ്ടാണ് ചാടിയത്. ഇത് ഡബിങ് തീർന്നപ്പോ രാത്രി 11:30 അപ്പോഴത്തേന് പൂട്ടി. അപ്പൊ പൂട്ടിയിട്ടൊക്കെ അപ്പൊ ആണ് ചാടിയത്. ചാടി വലിച്ചു താറയിട്ടു. ബൈജു ആയോധന കല വല്ലതും പഠിച്ചിട്ടുണ്ട്? ഉണ്ട്. എന്തൊക്കെയാ? കരാട്ടെ. ഞാൻ ആദ്യം അങ്ങനെ പേരുണ്ടത് കരാട്ടെ സന്തോഷം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഷോർ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ഉണ്ടായിരുന്നു. അതിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് കുപ്പുസ്വാമി, കേട്ട് കാണുന്നു. പുള്ളി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അവിടെ ഞാനൊരു 5-6 വർഷം കരാട്ടെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രയോജനം ചെയ്തു എപ്പോഴെങ്കിലും? പ്രയോജനത്തിന്റെ നമ്മളൊരു മാർഷൽ ആർട്സ് എന്നുള്ള രീതിയിൽ, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് അന്ന് പഠിച്ചത്. അല്ല, നമ്മുടെ കായബലം കൂടുന്നല്ലാതെ. എനിക്കൊരു 16 വയസ്സിലൊക്കെ 6 പാക്ക് ഉണ്ടായിരുന്നു. 16 വയസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എക്സ്റേ എടുത്ത് നോക്കണം. ഇപ്പൊ കാണാനില്ല. അത് കിടപ്പുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കും 6 പാക്ക് ആയിരുന്നു. ഉണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ല, 8-9 പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉടുപ്പ് നോക്കി കാണിച്ച് പാക്ക് കാണിച്ച ആൾക്കാരെ വരട്ടുമായിരുന്നു. പണ്ടൊക്കെ വരട്ടുമായിരുന്നു. സ്കൂളിലൊക്കെ ഒരു ദാതയായിരുന്നു. ചെറിയ ദാത. അത്യാവശ്യം കൂടെ ആളുണ്ടായിരുന്നു. ചെറുതായിട്ട്. ബൈജിന്റെ തോക്കുണ്ടായിരുന്നു അന്ന്? ലൈസൻസ് ഉണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോ നോക്കില്ല. അല്ല, ഞാൻ ആൾക്കാരെ വരട്ടാൻ വേണ്ടി. അല്ലേ, കാരണം ഞാൻ ഒരിക്കലേ ഒരു തോക്ക് വാങ്ങിക്കാൻ കാരണം വെച്ചാല് എന്റെ 1-2 സുഹൃത്തുക്കളുണ്ട് കോട്ടയത്തുള്ള. ബാബുജി എന്നൊക്കെ പറയുന്നു. വെള്ളാപ്പള്ളി ബാബുജി മരിച്ചുപോയി. പുള്ളിയുടെ കയ്യിലൊക്കെ തോക്കിരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഒറിജിനൽ തോക്ക് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് പ്രയോഗിക്കേണ്ടി വന്നില്ലല്ലോ എങ്ങും. അതിനെപ്പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല. അത് നിയമവ്യവസ്ഥ അല്ലേ, പ്രശ്നം ഉണ്ടാക്കണ്ട. ഓക്കെ, അത് നന്നായി. അപ്പം അത് പറയാതിരിക്കുന്നത് നന്നായി. അല്ലെ ഞാനോട് വീട്ടിലാവും. അല്ല, അതിന് വേണ്ടിയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അപകടമൊന്നുമില്ല. ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അല്ല, അന്നെന്തോ ഒരു കേസും ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ അങ്ങ് തേഞ്ഞു വാഞ്ഞു പോയോ? തേഞ്ഞു വാഞ്ഞു പോയൊന്നുമില്ല, അതൊക്കെ തീർന്നു. അത് പോയോ? ഇല്ല അതോട് വേണ്ടിയൊന്നുമില്ല. പോകേണ്ടതായിരുന്നു, പക്ഷെ പോയില്ല. എന്തോ ഒരു ഭാഗ്യത്തിന്റെ അംശമാണ്. ബൈജു, അതൊക്കെ എങ്ങനെയാ? ഭയമുള്ള കൂട്ടത്തിലാണോ? AC റൂമിൽ കിടന്ന് ഉറങ്ങുന്നതിന് ജയിലിൽ എന്തായാലും കിടക്കാൻ പറ്റില്ല. ഇല്ല, വലിയ പാടാ. മാനസികമായിട്ട് തകർന്നു. അത് ഉറപ്പല്ലേ? അത് ഉറപ്പാ. പാല് പഠിക്കാനൊക്കെ പറ്റും. അങ്ങനെ വേണ്ടിയതിനകത്ത് പോയി കിടാ. അതൊക്കെ ചുമ്മാ ഒന്നും കിടക്കാനും പറ്റും. നടക്കില്ല. അത് പാടാ. ഒരു മര്യാദക്കല്ലേ അകത്ത് പോവും. അതെ, മര്യാദയിലേ അകത്ത് പോവും. അത് ആരായിരുന്നാലും. ട്രിവാൻഡ്രത്തെ ഗാംഗില് ഈ ജഗദീഷ് വന്നിരുന്നു. ജഗദീഷ് ചേട്ടൻ എന്റെ ഒരുപാട് സീനിയറാണ്. ഒരുപാട് സീനിയർ അല്ലേ? 10, 69, 70 അല്ലേ? അത്ര വയസ്സൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരുപാട് സീനിയർ ആണെന്ന് എനിക്കറിയാം. പുള്ളിയുടെ പ്രായം ചോദിച്ചാൽ പുള്ളി പറയത്തില്ല കേട്ടോ. അല്ല, പുള്ളിക്കാരനെ ഇവിടെ വന്നു ബൈജന്റെ കാര്യമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. നമുക്കൊന്ന് വിളിക്കാം. പിന്നെന്താ? ഹലോ. നിങ്ങളുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങളെ ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രായമൊക്കെ വെളിപ്പെടുത്തി ഞങ്ങളൊരു പരിവാക്കി വെച്ചേക്കാം. ജഗദീഷ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ പ്രായം ഇദ്ദേഹം SK എന്നോട് ഒരുപാട് ചോദിച്ചു. ഞാൻ പ്രായം ചോദിച്ചിട്ട് പറഞ്ഞില്ല. കുത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. ഒരു മര്യാദ എനിക്ക് പറയുന്നതിൽ വിഷമമില്ല. അതായത് ബൈജുവിനെക്കാളും 2 വർഷം സീനിയർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ് മോണോ സ്കൂളില്. 2 വർഷം സീനിയർ ആണ്. ജൂനിയർ ആണെന്ന് ബൈജു പറയും. ബൈജുവിന് ഇഷ്ടം കൂടുതൽ പ്രായം ഉണ്ടെന്ന് പറയാനാണ്. അല്ലല്ല, സമ്മതിക്കില്ല. ബൈജു ജഗദീഷ് പറഞ്ഞതറിയോ? ബൈജു പറഞ്ഞത് ജഗദീഷിനേക്കാളും ഭയങ്കര സീനിയർ ആണ്. ഒരുപാട് സീനിയറാ. അല്ല, ഭയങ്കര സീനിയർ എന്ന് പറയുന്നത് അതൊരു ബഹുമാനത്തിന്റെ പേരില. ഞാൻ അവിടെ പഠിക്കുമ്പോ 9 പഠിക്കുമ്പോ 7 പഠിക്കുന്നു ബൈജു. നട്ടാ കുരുക്കാത്ത കള്ളം കേട്ടാ. ചാനലിൽ വന്നിരുന്നത് കള്ളം പറയുന്ന. അത് പക്ഷെ ബൈജു എല്ലാവർക്കും പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല. ഇല്ലല്ലേ? ബൈജുവിന് എപ്പോഴും താല്പര്യം അറിയോ? കൂടുതൽ പ്രായം ഉണ്ടെന്ന് പറയാനാണ്. നമുക്കൊക്കെ താല്പര്യം നമ്മുടെ ചെറുപ്പമാണെന്ന് പറയാനാണ്. കുറെ നാളായിട്ട് ആര് ചോദിച്ചാലും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്, ഞാൻ ബൈജുവിനെക്കാളും 2 വർഷം സീനിയർ ആയിട്ട് പഠിച്ചാണെന്ന്. അപ്പൊ എന്റെ വയസ്സ് എല്ലാവർക്കും അറിയാലോ, പുള്ളിയുടെ വയസ്സ് ആർക്കും അറിയില്ല. അപ്പൊ എന്റെ വയസ്സ് വെച്ച് 2 വയസ്സ് കൂട്ടും. അപ്പൊ എത്ര വയസ്സാകും? 57 വയസ്സായേ ഉള്ളൂ. മലയാള സിനിമയിലെ തലയെടുപ്പുള്ള ഒരു കൊമ്പനാണ്. ഞാന് MG കോളേജിൽ ചെല്ലുമ്പോ ജഗദീഷ് ചേട്ടൻ അവിടുന്ന് പോയി. അവിടുന്ന് സാറായിരുന്നു, വേറെ കോളേജിലേക്ക് പോയി. ഇനി മേലാൽ എന്റെ 2 വർഷം സീനിയർ ആണെന്ന് ഇവിടെ പറഞ്ഞ് ഞാൻ അറിഞ്ഞ. ഒരു മര്യാദ വേണം. മര്യാദ വേണ്ടേ? മലയാള സിനിമയിലെ തലയെടുപ്പുള്ള കൊമ്പനാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ല, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാ നിൽക്കുന്നത്. ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ മലയാള സിനിമയിലെ. പക്ഷേ എനിക്ക് സന്തോഷമായ ഒരു കാര്യം അറിയോ ജഗദീഷ്? ഞാൻ ചോദിച്ചു അകത്ത് പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ അകത്ത് പോയാ പേടിയുണ്ടോന്ന് ചോദിച്ചു. അല്ല, AC റൂമിൽ ഇരിക്കുന്നല്ല, അകത്ത് പോയി കഴിഞ്ഞാൽ ബമ്പം പോറാന്ന് ഉള്ളിക്കറിയാന്ന് പറഞ്ഞു. അല്ല, 2 രീതിയിൽ വിശേഷിപ്പിക്കാം ബൈജുവിനെ. 1 തലയെടുപ്പുള്ള കൊമ്പൻ, 2 സ്നേഹമുള്ള സിംഹം. 2 ഉണ്ടോ? നിധി കൂടുതൽ. താങ്ക് യു. കാരണം ബൈജു എത്ര ഇടഞ്ഞു നിന്നാലും തളയ്ക്കാൻ കഴിയുന്ന ഒരു പാപ്പാനാണ് ഞാൻ.
ആഹാ. അത് സത്യം. അതെങ്ങനെ സ്നേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങും. അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? പുള്ളി ഇടഞ്ഞു നിന്നപ്പോ ചെന്ന് അല്ല ഇടഞ്ഞു നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ബൈജുവിന്റെ അടുത്ത് ഇടഞ്ഞു നിൽക്കുമ്പോ നമ്മളെ ഉടക്കി കഴിഞ്ഞാൽ ബൈജു താഴൂല. ആ, ആ, ബൈജു വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ. ബൈജു സിനിമയില് ആ ലൂസിഫറിന്റെ ക്യാരക്ടർ പോലെയാണ്. ആണോ? ഒരു മര്യാദ വേണ്ടടേ എന്ന് ചോദിക്കുന്ന ആളാണ്. മനസ്സിലായോ? അപ്പൊ നേരെ മറിച്ച് ബൈജുവിന്റെ അടുത്ത് നിന്ന് പറയാണ്, ബൈജു അങ്ങനെയല്ല, ഇതാണ് സംഭവം. അവര് വലിയ പ്രശ്നത്തിലാണ്, അവര് പട്ടിണി അനുഭവിച്ച് കഴിയുന്നവരാണ്. കാരണം അത് നേരത്തെ പറയാത്തെന്ത്, നേരത്തെ പറയാത്തെന്തെന്ന് പറഞ്ഞാൽ തൊണ്ടയിടുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരം എന്ന സിനിമ ഞങ്ങൾ ആലുവയിൽ കാണാൻ പോയി. അപ്പൊ ഞാന് എന്റെ സീൻ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ബൈജു എന്റെ അടുത്ത് ചോദിച്ചു, അണ്ണ നിങ്ങൾ എന്തിനു കയറിയത്, നിങ്ങൾ കയറേണ്ട ആവശ്യം എന്ത് എന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ നോക്കിയപ്പോ ഉണ്ടല്ലോ, അങ്ങനെ ചോദിച്ചെങ്കിലും ബൈജുവിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അതാണ് ബൈജു. കണ്ണ് നിറഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമില്ല. അത് കാര്യം സ്ട്രെങ്ത് പോകുന്നതായിട്ട് തോന്നും. അതാണ് ബൈജു. പരിക്കനാണെന്ന് പുറമേ ധാരണ ഉണ്ടാവും. ഭയങ്കര സെന്റിമെന്റലാണ്. ആണോ? ഇമോഷണലാ അല്ലേ? ഭയങ്കര സെന്റിമെന്റ്. നിങ്ങൾ പറഞ്ഞു കരയിക്കരുത്, ഇമോഷണലാണ്. കരയിക്കരുത്. മാത്രമല്ല ഈ ബലവാൻ എന്ന ആൾക്കാർ വിശ്വസിക്കുന്ന ഒരാളാ ബൈജു. അപ്പൊ സന്തോഷിനെ ഇമോഷണൽ ആക്കുന്നു. എന്റെ അനുഭവത്തില് ബൈജുവിന്റെ സെന്റിമെന്റ്സ് ഒക്കെ, ബൈജു ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ ആയിട്ടുള്ള രമയുടെ കാര്യം പറയുമ്പോൾ ബൈജുവിന്റെ കണ്ണ് നിറയും. പിന്നെ ഇത് കോമഡി പ്രോഗ്രാം വേണ്ട, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. രമയുടെ കാര്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ കണ്ണ് നിറഞ്ഞിട്ടുള്ള ആളാണ് ബൈജു. ഓക്കെ ഓക്കെ, അത് കറക്റ്റ്. അപ്പൊ താങ്ക് യു ജഗദീഷ്, താങ്ക് യു. നിങ്ങൾ പൊളിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. താങ്ക് യു. നിങ്ങൾ ഇത്രയും വികാരഭരിതനാന്ന് എനിക്ക് കാര്യം. പുള്ളിക്കൊക്കെ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിങ്ങൾ ഇമോഷണൽ ആവും അല്ലേ? അതിപ്പോ എല്ലാ മനുഷ്യരാവും അല്ലേ? ഇത് നിങ്ങള് ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഈ പറഞ്ഞത് രണ്ട് വികാരങ്ങളാണ്. ഒന്ന് ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾ മുൻകോപിയാണോ? പെട്ടെന്ന് സങ്കടവും വരും. മുൻകോപിയാണോ ആള്? കുറച്ച് അത് ജന്മനാ ഉള്ളൊരു സ്വഭാവം. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിചാരിക്കാ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നും വിചാരിക്കും. അത് ലേറ്റ് ആവും അറിയാൻ? അതോ അല്ലല്ലോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാവും. 10-15 മിനിറ്റ്. നമ്മൾ നിയന്ത്രണം കൈവിട്ട് പോയാൽ കയ്യങ്ങളി പോവും. ഞങ്ങളിക്കൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പണ്ട്. അതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും പിടിച്ചിരിക്കാവുന്നില്ല. ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്കൊന്ന് കുറച്ച് പക്വതയൊക്കെ ആയെന്ന് തോന്നുന്നു. അത് വലിയ പ്രശ്നമല്ലേ അത്? പക്വതയൊക്കെ വേണം. അല്ല, നിങ്ങൾ ഈ ഇമോഷണൽ ആയി പോയാൽ നിങ്ങൾക്ക് വളരെ ദിവസങ്ങളോളം, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി, വേണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പണിയായി പോയി എന്ന് തോന്നിയാൽ ആളെ വിളിക്കും, മാപ്പ് പറയും. അതിലെങ്കിലും ടെൻഷൻ ഒന്നുമില്ല, അഭിമാന പ്രശ്നം, ഒരു പ്രശ്നം, ഈഗോ അടിക്കുമോ? ഒരിക്കലും ഇല്ല. ബൈജു എങ്ങനെയാ പൊതുവെ ഒരു എതിരെ നിൽക്കുന്ന ആളിന്റെ അടുത്ത് ഈഗോ പ്രദർശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നടനാണോ? അത് ഒരിക്കലും അല്ല. എനിക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. എനിക്ക് അസൂയ, ഈഗോ, പ്രതികാരമൊക്കെ പണ്ടുണ്ട്, ഇപ്പൊ ഒന്നുമില്ല. ഇല്ല. അതെന്തോ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം വരുത്തി ചേർത്താണോ? അല്ലല്ല, അതൊക്കെ താനേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. മനഃപൂർവ്വമല്ല, ഇങ്ങനെയുള്ള വികാരങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഏതെങ്കിലും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരു നടൻ, നമ്മുടെ കൂടെ അഭിനയിച്ചു ഈ സിനിമയിൽ ഒരു ലക്കിന്റെ അംശം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമല്ലോ അല്ലേ? അയാൾ കയറി അങ്ങ് പോയി, നമ്മൾ പിന്നെ അയാളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുമോ? ഒരിക്കലും ഇല്ല. അയാളെ വഴിക്ക് പോട്ടെ, നമ്മളെ വഴിക്ക് പോയ പോലെ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളതേ നമുക്ക് കിട്ടുള്ളൂ, അല്ല വേറെ ഒരുത്തിന് കിട്ടേണ്ടത് നമുക്ക് എങ്ങനെ കിട്ടും? അല്ല, ഞാൻ ബൈജുവിന്റെ ഈ കരിയർ ഗ്രാഫ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു സമയത്ത് ബൈജു കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറിയെന്നല്ല, സിനിമ ഇല്ലായിരുന്നു, വിളിച്ചില്ലാരും. ഞാൻ നമ്പർ മറന്നുപോയി. അല്ല, നമ്പർ മറന്നിട്ടല്ലേ, കുറെ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന്. നമ്മൾ ഈ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കാണണം. അത് ആരുടെ കുറ്റമല്ല, നമ്മൾ മറന്നു പോകും. അല്ല, നമ്മൾ ഈ ചെന്ന് മുട്ടത്തൊന്നുമില്ലയോ? ഞാൻ മുട്ടത്തൊന്നുമില്ല, ഇന്നവരെ മുട്ടിയിട്ടില്ല. ഇല്ല, ഈഗോ ഇല്ലെന്ന് പറയുന്നത് മുട്ടുന്നില്ല. അത് വേറെ എന്തെന്നറിയാം, അങ്ങനെ മുട്ടിയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലർ പറയുന്നത് എന്താണ്, ചിലർ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് ഉയരങ്ങളിലെത്താം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അവസരം കിട്ടിയാലേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് വരാനുള്ളത് വരണം. എനിക്കൊന്ന് മാത്രമല്ല, സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ട്രിവാൻഡ്രം വിട്ടത് ബൈജുവിന് പ്രശ്നമായോ? ഇല്ലല്ലോ, ബൈജു യാത്ര ചെയ്യുമല്ലോ. അല്ല, സിനിമ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് കൊച്ചിയിലോട്ട് മാറി, എറണാകുളത്തോട്ട് മാറി. ഇവിടെയാണ് സിനിമ, സീരിയൽ അവിടെയും. ഇതിന്റെ ഒരു ഈറ്റില്ല എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇപ്പൊ ഏതാണ്ട് കുറെ കൊല്ലമായല്ലോ, 4 പതിറ്റാണ്ട് പിന്നിട്ടു വിജയകരമായിട്ട്. പിന്നെ ഈ 4 പതിറ്റാണ്ട് പിന്നിട്ട സമയത്ത് ഈ ഇടയ്ക്ക് കുറേ സമയം അങ്ങ് മാറി നിന്നു.
അതായത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പം അതായത് എന്റെ ലൈഫിൽ ഒരു നല്ല പ്രായം വെറുതെ പോയ പോയി. ഒരാളാണ്. വെറുതെ പോയി. 35 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള ഒരു 10 വർഷം എന്ന് പറയുന്നത് വെറുതെ പോയി. വെറുതെ പോയി. ആ ഇന്നിപ്പോ അത് ഓർത്ത് ദുഃഖം ഉണ്ടോന്ന് ചോദിച്ചാൽ ദുഃഖമൊന്നുമില്ല. ഇല്ല. അതങ്ങനെ അപ്പൊ ആ സമയത്ത് അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. ആ സമയത്ത് അങ്ങനെ എന്തോ ചെയ്തേ? സംഭവിച്ചു. വീട്ടിൽ കയറിയിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് പല യാത്രകളും ആ അവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. ഭാര്യ പറഞ്ഞ് ഓർപ്പിക്കോ എന്താണ്? ഇപ്പൊ പണിയൊന്നും ഇല്ലയോ? ഏയ്, അതൊന്നും ഇല്ല. ഭാര്യയായിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇല്ലയോ? ആ സിനിമ ചർച്ചകളൊന്നുമില്ല. ഇല്ല, സിനിമ ചർച്ച അവിടെ ഇല്ല. ഒന്നുമില്ല. അവിടെ എങ്ങനെ ഇതുപോലുള്ള രീതി തന്നെയാണോ? വാക്കുകളിൽ ചുരുക്കുക, സംസാരം, അല്ലെ റൊമാൻറ്റിക് ഒന്നും ഇല്ല? റൊമാൻസ് ഒന്നുമില്ല. ഇല്ല. അത് അതിലും ബോസ് പറഞ്ഞോളൂ കുട്ടേട്ടനാ കേട്ടോ. ആ. റോബോട്ട് പറയാ കുട്ടേട്ടാ. ബൈജു ചേട്ടൻ എന്നെ പോലെ അഹങ്കാരമൊന്നുമില്ലാത്ത മനുഷ്യനാണെന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തമായി ഫ്ലെക്സ് വെച്ച് നിൽക്കട്ടല്ലോ, ശരിയാണോ? അല്ല, അത് ബൈജു ട്രിവാൻഡ്രത്തിൽ ഫ്ലെക്സ് വെച്ചോ? അത് മേരാനാം ഷാജിയുടെ അത് നാട്ടുകാർ വെക്കാത്തോണ്ടാണോ ബൈജു ഊരി വെച്ചത്? പിന്നെ എന്റെ ഫ്ലക്സ് ഞാനല്ല, പിന്നെ വേറെ ആര് അല്ല, വയ്ക്കും? സാധാരണ കാശ് കൊടുത്ത് അവരല്ലേ വെക്കുക? ഞാൻ തന്നെ വെച്ച് വന്നു. ആ അല്ല, ബൈജു വെയിറ്റ് ചെയ്തായിരുന്നു ആരെങ്കിലും വെക്കട്ടെന്ന് വിചാരിച്ച്? വെയിറ്റ് ഒന്നും ചെയ്യില്ല, എനിക്കറിയാം വെക്കൂലെന്ന്. വെക്കത്തില്ല. അപ്പൊ ഞാൻ തന്നെ വെച്ചു. അത് സത്യം കേട്ടോ, കറക്റ്റാ. ആ പുള്ളിക്ക് സംഭവം മനസ്സിലായി. കുട്ടാട്ടൻ. ട്രിവാൻഡ്രത്ത് ഏത് ഭാഗത്താണ് വെച്ചത്? അതാ എസ് എൽ തിയേറ്ററിന്റെ ഫ്രണ്ടില്. ആള് കാണത്തക്കൊല്ല തന്നെ. പിന്നെ അല്ല, അതിനകത്ത് പ്രസന്റഡ് ബൈ ബൈജു സന്തോഷ് ഒന്നുമില്ല, വെച്ചില്ല. ഒന്നുമില്ല. എന്ത് ഒരു വലിയ കട്ടൗട്ട് ഇങ്ങനെ കട്ടൗട്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ള. ഇത് എത്ര ദിവസം അവിടെ ഇരുന്നു? ആ സിനിമ അവിടെ ഓടുന്ന ഓരോ അവിടെ ഉണ്ടായിരുന്നു. ബൈജു ഇത് ആസ്വദിച്ചോ? ഒരു കട്ടൗട്ട് ഇരിക്കട്ടെ. ആ ഒരു കട്ടൗട്ട് ഇരിക്കട്ടെ. ഇത് ഒരു സ്ഥലത്തെ വെച്ചോളൂ? ഒറ്റ സ്ഥലത്തെ വെച്ചോളൂ. അതിന് തന്നെ 8000 രൂപയായി. ഇനിയിപ്പോ എല്ലായിടത്തും കൂടെ വയ്ക്കുന്ന കാശ്. അല്ല, ഞാൻ പറഞ്ഞത് കുറച്ച് പൈസ ചിലവാക്കിയിരിക്കുന്നില്ലേ? ഇപ്പൊ ഇലക്ഷനൊക്കെ വരുമ്പോഴേ ഈ സ്ഥാനാർത്ഥികളുണ്ടല്ലേ, എല്ലാവരും കൊണ്ട് ഫ്ലക്സ് ഒക്കെ വെക്കുക. അവർ കാശ് ചിലവാക്കല്ലേ വെക്കുന്നത്? അത് പല്ലും മാല വിറ്റും സ്വർണ്ണം മണയം വെച്ചും ഒക്കെ അല്ലേ വെക്കുന്നത്? അതുപോലെ ബൈജു എല്ലാ ജില്ലയിലും അടിച്ചിരുന്നില്ല. എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെ ശ്രദ്ധപ്പെട്ടന്നെ ആണല്ലേ? ഉറപ്പാ. ഇനി ഒരു പടം വരട്ടെ. അടുത്ത പടത്തില് അഥവാ ഫ്ലക്സ് വെക്കാൻ ബൈജുവിന് പറ്റില്ല എന്നോടൊന്ന് പറയണം. നമുക്കിനി സ്പോൺസർമാരെ വെപ്പിക്കാം. തീർച്ചയായും. എവിടെങ്കിലും 4 പ്ലേസ് അതിന്റെ അടിയിൽ എങ്ങാണ് പൂക്കൾ വിടരുന്ന ഫ്ലവേഴ്സ് ഒന്ന് വെക്കുമെന്ന് മാത്രമേ നമുക്ക് നോക്കാം. എന്തായാലും ഈ ബൈജുവിനെ ഇപ്പം നമ്മൾ സിനിമയിൽ കണ്ട ഒരു പ്രതിഭാസം, അവിടെയും ബൈജു മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ബൈജു എല്ലായിടും ഈ മര്യാദയാ. കാരണം എല്ലാ ആർട്ടിസ്റ്റിനും പ്രൊഡക്ഷൻ കമ്പനിയായി, മിക്കവാറും കമ്പനിയായി. അപ്പൊ അഥവാ അവരിപ്പോ നാട്ടുകാർക്ക് വേണ്ടി പടം ഉണ്ടാക്കുന്നില്ല, അവർ തന്നെ പടം ഉണ്ടാക്കുന്നു, അവർ തന്നെ അഭിനയിക്കുന്നു, അവർ തന്നെ കളക്ട് ചെയ്യുന്നു, അവർ തന്നെ ജീവിക്കുന്നു. അല്ല, അതിപ്പം എല്ലാരും ഇല്ല, വളരെ കുറെ കമ്പനികളായി. അയ്യോ, പുതുതായിട്ട് വരുന്നവർക്ക് എല്ലാം ആയി. ഞാനും ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? പുറത്തെടുത്തിട്ടില്ല ഇതുവരെ. അതിനുള്ള പടം എടുക്കാനുള്ള സാഹചര്യം വന്നിട്ടില്ല. ഇല്ല. അല്ല, ഒരു സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കി. ഞങ്ങൾ 20 പേര് നടന്നിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയ ക്യാപിറ്റൽ ബ്രോസ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്. പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ സിനിമ ഒന്നും. ഈ ബാക്കി 19 പേരുടെ കാശില്ലേ? അതിനകത്ത് 5-6 പേരുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, അതുകൊണ്ടാണ് നടക്കാതെ ഇരിക്കുന്നത്. ഇത് ഏത് സമയത്ത് ഉണ്ടാക്കിയത്? കോവിഡ് കാലത്തോ? ഒരു 2 വർഷമാവും. 2 വർഷമായി. പുറത്തെടുക്കും? അപ്പം എടുക്കണമെന്നുണ്ട്. ഒരു നല്ല സാഹചര്യം വരട്ടെ. ഇപ്പൊ ഈ ചില ആൾക്കാരൊക്കെ ബൈജു കുറച്ചുകൂടെ ദൂരെ കൂട്ടി എറിയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സിനിമയിൽ. അതായത് അഭിനയം പോകുമ്പോൾ തന്നെ സംവിധാനവും ചെയ്യുക. അഭിനയം നടനായിട്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് സംവിധാനോട് ചെയ്ത് ശീലിക്കുക. ഏതാ വീഴുന്ന അറിയത്തില്ലല്ലോ. സംവിധാനം അറിയാമെങ്കിൽ അത് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പൃഥ്വിരാജ് ചെയ്യുന്നില്ലേ? ലൂസിഫറൊക്കെ സൂപ്പറായിട്ട്. പിന്നെ പൃഥ്വിരാജിന് പണി അറിയാം, അപ്പൊ അയാൾ ചെയ്യുന്നില്ലേ? എന്ന് പറഞ്ഞാൽ പണി അറിയാന്നുള്ളവനെ ചെയ്യാവുള്ളൂ. അറിയാത്തവൻ പോയി ഇത് ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അഭിനയിക്കുക. അഭിനയാണെങ്കിൽ പണി അറിയണ്ടേ? അതും അറിയണം, അതും അറിയണം. പക്ഷെ സംവിധാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. എളുപ്പ പണിയല്ല. ടെൻഷനാണോ? ഈ ചുമ്മാ ഈ ചെറിയ എന്തെങ്കിലും സിനിമയൊക്കെ വേണം ചെയ്യാം. ഒരു വലിയ ക്യാൻവാസിന്റെ വലിയ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു നല്ല ഇരുത്തം ഒരാളിനെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അല്ലാതെ പിന്നെ ഡേയ്സ് വേസ്റ്റ് ആകാതെ സിനിമ ചെയ്യണ്ടേ? ദിവസങ്ങൾ ഓരോ ദിവസം എന്ന് പറയുന്ന കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരു ഡേ പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ സിനിമ എടുത്ത് തീർക്കണം. അല്ല, ഇത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പൃഥ്വിരാജിനോട് വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് നല്ല ഇരുത്തം വന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ എംപുരാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ഷെഡ്യൂളായിരുന്നു. ഒന്ന് ട്രിവാൻഡ്രത്ത് കുറച്ച് ദിവസം. പിന്നെ തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എംപുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളികൾ കംപ്ലീറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ അല്ലേ? അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വേറെ ഏത് പടം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആൾക്കാർ. എംപുരാൻ ഇത്ര കാലമായി ഷൂട്ട് തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 3-4 മാസമായി കാണും. അല്ല, അത് കുറച്ചു കാലമായില്ലേ എന്റെ ഷൂട്ടിംഗ്? പല ഷെഡ്യൂളായിട്ടല്ലേ ചെയ്യുന്നത്. അമേരിക്ക കുറെ ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ അമേരിക്ക പോയോ? ഞാൻ പോയില്ല. എനിക്ക് നാട്ടിലുള്ള പോർഷനിൽ പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ അല്ല ബൈജു പൊതുവെ ഈ വിദേശ മേളകളിലൊന്നും
ഈ കംപ്ലീറ്റ് സ്റ്റാർ ഷോസ് ഒക്കെ ഉണ്ടല്ലോ, വിദേശ നാടുകളിലൊന്നും കണ്ടിട്ടില്ല ബൈജുവിനെ? എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല, ഞാൻ പോകാറുമില്ല. വിളിക്കാറില്ല? ഞാൻ എവിടെയും പോകണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട്, ബൈജുവിന്റെ നമ്പർ ആൾക്കാർക്ക് അറിയാം, ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ പോകും. അത്രേ ഉള്ളൂ. അല്ല ബൈജു, എനിക്കൊന്ന് ബൈജുവിനെ നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് പറയാൻ തള്ളല് നേരത്തെ ഉള്ളതാണ്. തള്ളല്ലേ വലിയ വിശ്വാസമല്ലേ? ഇല്ല, തള്ളുന്ന വിശ്വാസം. തള്ളി മുന്നോട്ട് നിർത്തി അങ്ങ് തള്ളുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും തള്ളാണെന്ന്. ആണോ? പിന്നെ അല്ല, ഈ തള്ളി മുന്നോട്ട് നിർത്തി അവിടെ നീണ്ടു നിൽക്കത്തില്ലെന്ന് തോന്നലുണ്ടോ? ഒരിക്കലും നിൽക്കില്ല. ഇല്ല, അതൊക്കെ ഷൂ. പക്ഷെ തള്ളി നിർത്തുന്ന എത്ര പേരുണ്ട്? ഷൂ എന്ന് പറഞ്ഞു പോവില്ലേ? അത് ആൾക്കാർക്ക് കാണുമ്പോഴേ മനസ്സിലാവില്ലേ? മലയാളി പറ്റിക്കാൻ പാടാ? ഒരിക്കലും പറ്റില്ല. ഇല്ല, മര്യാദ കിടന്ന് അടികൊള്ളുന്ന നാടാ നമ്മുടെ. പിന്നെയാണ് തള്ളു. ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ബൈജു ഒന്ന് കണ്ടുപോയി. നമ്മുടെ LED വാളിൽ ഒരു സാധനം വരുന്നു ആണ്ടേ. ഇത് എന്താണെന്നറിയോ? ബാലതാരങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാള ചലച്ചിത്ര വേദിക്ക് നല്ല ചുറുചുറുക്കുള്ള ഒരു ബാലനടൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് തരംഗനശ്രീ സ്റ്റുഡിയോയ്ക്ക് സമീപം താമസിക്കുന്ന സന്തോഷ് ഇതിനകം 1-2 ചിത്രങ്ങളിൽ ചെറിയ റോളുകളിൽ തല കാണിച്ചിട്ടുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിലും നാടകത്തിലും ഒക്കെ അദ്ദേഹം സമ്മാനങ്ങൾ നേടി. വിദ്യാധരാജ സ്കൂളിൽ 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന യുവകലാകാരൻ ചലച്ചിത്ര വേദിയിലേക്ക് ഉയർന്നു വരാൻ കാത്തുകഴിയുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടിയത്? സന്തോഷ് GM റോഡ് വെള്ളയമ്പലം. എനിക്ക് തോന്നുന്നു 82 വന്നാണ്. ഇത് ആ കാലത്ത് ഒരു വലിയ തള്ളലായിരുന്നു. ഇതല്ലേ സൂപ്പർ ഒരു തള്ളുണ്ടായിരുന്നു. ഇത് ഞാൻ എഴുതിയല്ല, എന്തായാലും ഞാനേ വന്നാണ്. ഇതേ ബാലതാരങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാള സിനിമ. അപ്പൊ അത് ഫില്ല് ചെയ്യാനായിട്ട് അതൊരു സൂപ്പർ തള്ളലായിരുന്നു. നാനയ്ക്കകത്താ ഇത് വന്നത്. നാന സിനിമ വാരി അല്ലേ, കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്ന നാനയിലാണ് ഇത് അച്ചടിച്ചു വന്നത്. അന്ന് ഭയങ്കര ഗ്ലാമറായിരുന്നു കേട്ടോ, കുട്ടിയായിരിക്കുമ്പോൾ. നല്ല തലമുടിയൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് നരച്ചു വന്നല്ല, ആ കണ്ണുകളൊക്കെ നല്ല രസം, ഒരു ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ കുറച്ച് മാറിപ്പോയി. എന്താ ചെയ്യാ നമ്മള്? എന്തായാലും ആ മഹാനുഭാവൻ ആള് മിടുക്കനും. ആ ഫസ്റ്റ് ലൈൻ വായിച്ചാൽ തന്നെ ബൈജു പറഞ്ഞ പ്രശ്നം മനസ്സിലാവും, തള്ളലാന്ന്. നല്ല ചുറുചുറുപ്പുള്ള രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഓ, ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? മാത്രമല്ല, അഥവാ ഇനി ഇയൊക്കെ വായിച്ച് ബൈജുവിന്റെ നമ്പറും എല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്രസ് ഉണ്ട്, കത്തയക്കാം. ഒരു പോസ്റ്റ് കാർഡ് എഴുതി അയച്ചാൽ ആളുണ്ട്. അന്ന് ഫോണില്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ സംഘടിപ്പിച്ചു. നമ്മളിപ്പോ ബൈജു വരുന്ന പറയുമ്പം ഇത് പുലിയാണല്ലോ, ആൽത്തറയുന്നത്. അപ്പൊ നമ്മൾ ഈ പുലിയെ വീഴ്ത്തുന്ന ചില കാര്യങ്ങളാ. അപ്പൊ പക്ഷെ ഈ തള്ളൽ പിന്നെ വിട്ടു. അല്ല, ഇത് ആ കാലത്ത് ഒരു തള്ളായിട്ട് തോന്നി. എനിക്കൊന്നും ഇത് മാലേന്ദ്രവനം വല്ല ചെയ്താണോ? പുള്ളി നാനായിട്ടൊക്കെ ബന്ധമുള്ള കാലമാണ്. അല്ലല്ലോ. അദ്ദേഹത്തിന് എങ്ങനെ പരിചയപ്പെട്ടത്? അദ്ദേഹത്തിന്റെ സിനിമയിലല്ലേ ആദ്യം അഭിനയിക്കുന്നത്? എങ്ങനെ ഞാൻ പറഞ്ഞില്ല, അല്ല സ്കൂളിൽ നിന്ന് പോയതാന്ന് പറഞ്ഞു. പിടിച്ചോണ്ട് പോയി മണിയമ്പിള്ള. മണിയമ്പിള്ളക്കകത്ത് അല്ലേ? അത് രക്ഷപ്പെട്ടത് മണിയമ്പിള്ള മാത്രമായിരുന്നു അല്ലേ ആ സിനിമയില്? അല്ലാതെ അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് കൽക്കാശം. അതിനകത്ത് വലിയ റോളായിരുന്നു. അല്ല, അത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ പടം കണ്ട ഓർമ്മ. എനിക്ക് ലാലേട്ടന്റെ 5ാമത്തെ സിനിമ കണ്ടത്. ഓക്കെ, അതിനകത്ത് വേണിച്ചേട്ടനാണ്, നെടുമുടി വേണിച്ചേട്ടനാണ് ഹീറോ പടത്തില്. ബൈജുവിന് ആദ്യം 50 രൂപയാണോ പ്രതിഫലം കിട്ടിയത്? അല്ല, ആദ്യം ഡബ് ചെയ്തപ്പോ കിട്ടിയത് 50 രൂപ. പിന്നെ അഭിനയിച്ചപ്പോ കിട്ടിയത് 500 രൂപ. 500 രൂപ കിട്ടി. പിന്നെ കയറി പോയോ? പിന്നെ ഇപ്പൊ പ്രതിഫലം ഇപ്പൊ കണ്ടാ നമുക്ക് ചിരി വരുന്ന ലെവൽ. പൂജ്യത്തിന്റെ എണ്ണം മാത്രം കൂടിക്കൊണ്ട്. അല്ല, ഇപ്പൊ അത് കേട്ട് കഴിഞ്ഞാലേ ഒരു ചിരി വരുന്ന ലെവലായോ? ശമ്പളം നമ്മൾ ഓർക്കുമ്പോ അത്യാവശ്യം നല്ല ശമ്പളം മേടിക്കും. അത് നേരത്തെ പറയൂ. പിന്നെ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഇല്ല. അജു വർഗീസ് ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു കാര്യം പറഞ്ഞു. അജു താങ്കളുടെ കമ്പനിയിലുള്ള ആളാണ്. പിന്നെ നമ്മുടെ അപ്പം അതല്ല, നിങ്ങളുടെ ചില സംഭവങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. വൈകിട്ട് കുറച്ച് വീശും ഒക്കെ ഉണ്ട്. അത് വളരെ അഭിമാനത്തോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആവേശത്തിലാണ് പുള്ളി പറയുന്നത്. വീശുന്നൊരു വലിയ തെറ്റായിട്ട് നിർത്തിന്ന് പറഞ്ഞു. ആവശ്യത്തിന് ഇതെല്ലാം ആവണം. കേട്ടോ ബൈജു, ഇപ്പൊ നിങ്ങളോട് നിർത്തിച്ചാണോ നിർത്തിയെന്ന് പറഞ്ഞു? എന്തിനാ? എനിക്കറിയത്തില്ല, കള്ളാണോ? മര്യാദയ്ക്ക് അടിച്ചാൽ മതി, അപ്പൊ പിന്നെ നിർത്തണ്ട. മര്യാദയ്ക്ക് അടിക്കുള്ളൂ. അല്ല, പുള്ളി ഇപ്പൊ നിർത്തി. അവൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കഴിക്കുമെന്ന് പുള്ളി മറ്റുള്ളവർ അടിച്ചു കാണാൻ താല്പര്യമുള്ള ആളാ. പുള്ളി ഒരു രസികനാണോ? വലിയ രസികനാ, വലിയ പുള്ളിയാ. അപ്പൊ പുള്ളി പറഞ്ഞൊരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഒരു എക്കണോമിക് ഫിലോസഫി. പുള്ളി പറഞ്ഞതെന്നറിയോ? അതായത് സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാശിന്റെ കാര്യം പറയുക. എന്ന് കിട്ടും, എപ്പോ കിട്ടും, അതെല്ലാം അങ്ങ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ സെറ്റിൽ ചെന്നിട്ട് നമ്മൾ ഈ അഭിനയത്തിന്റെ ഇടയ്ക്ക് പിന്നെ കാശിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ. അതാ പുള്ളിയുടെ നല്ല പ്രിൻസിപ്പിൾ. പറഞ്ഞു കുറച്ച് പൂജ്യം കൂട്ടിയാ ചോദിക്കുന്നത്. അത് പറഞ്ഞു. കാരണം നമ്മൾ ചിലപ്പോൾ ഇവർക്ക് കുറയ്ക്കാൻ സ്പേസ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. കുറച്ച് എന്ന് വെച്ചാൽ അവർക്ക് ഒരു ആശ്വാസം വരണമല്ലോ. നമ്മളിപ്പോ ഒരാൾ ഒരു 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് നീ ആയതുകൊണ്ട് 900 തന്നാൽ മതി. ഞാൻ അങ്ങനെ ഒരുപാട് വലിയ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. ഞാൻ എനിക്ക് അർഹമായ കാശേ ചോദിക്കാറുള്ളൂ. കാരണം അത് നടക്കണം. വല്ലതൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഒരു പിന്നെ അപ്പൊ പ്രോജക്റ്റ് നടക്കണം. നമ്മൾ അതിന്റെ നോക്കണം, അതിന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൽ വേറെ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. അങ്ങനെ വരുമ്പം
പൈസ കുറച്ചും അഭിനയിക്കാറുണ്ട്. ഉണ്ടോ? ആ, നല്ല ഇതുവരെ റോൾ കാശില്ലാതെ ഫ്രീ ആയിട്ട് അഭിനയിച്ച സിനിമയുണ്ടോ? ഉണ്ട്. ഉണ്ട്. ദിനേശ് പണിക്കരുടെ ഒരു പടത്തിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ അതാണ് ജഗദീഷ് ചേട്ടനെ കൊണ്ടുവന്ന പടമാണ്, ചിരിക്കുടുക്ക സിനിമ. ആ, ഞാൻ ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചത്. അതായത് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ഒരു പടത്തിൽ അഭിനയിച്ചു, രാജീവ് കുമാർ ഡയറക്ട് ചെയ്തൊരു പടം, ടി കെ രാജീവ് കുമാർ ചെയ്തൊരു പടം, കോളാമ്പി. കുറച്ച് സിനിമയല്ലോ ഇപ്പൊ ഫ്രീ ആയിട്ട്. രണ്ട് അതും ഫ്രീ ആയിട്ടാണ്. പിന്നെ വേറെ ചില സിനിമകളിലൊക്കെ അപ്പൊ ശമ്പളം പറഞ്ഞിട്ട് അവസാനം പടം തീർക്കാൻ പൈസ എല്ലാവരും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അതുപോലെ വേറെ കാര്യം എന്നറിയാം, ഞാൻ ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഇങ്ങനെ പൈസ ചോദിച്ച് ശല്യപ്പെടുത്തത്തില്ല. അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പടം എങ്ങനെയെങ്കിലും തീർക്കാന്നുള്ളതാണ്. എപ്പോഴായാലും കിട്ടുമല്ലോ അത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചപ്പോൾ ഷൂട്ടിങ് തീർക്കാന്നുള്ളതാണ് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയിൽ പൈസ ചോദിച്ച് ശല്യപ്പെടുത്താറില്ല ആരെയും. ഇല്ല, ചോദിക്കാറില്ല. ഇങ്ങോട്ട് തരുന്നെങ്കിലും ഞാനോട് ചോദിക്കാറില്ല. ആ മര്യാദ നമ്മൾ കാണിക്കും. അതിനല്ലേ പറയുന്ന ഒരു മര്യാദ വേണ്ടേ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കത്തില്ല. എനിക്ക് മര്യാദയൊക്കെ ഉണ്ട്, പക്ഷെ എത്ര പേർക്ക് മര്യാദ ഉണ്ടെന്നൊന്ന് പറയണം. പക്ഷേ സാറിന് ഇതിൽ അങ്ങനെയല്ല ബൈജു. മിക്കവാറും ആൾക്കാർ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ചോദിച്ച് അവര് പൈസ വാങ്ങിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ച ബുദ്ധിമുട്ടില്ല. കാര്യം ഷൂട്ടിംഗ് തീർക്കാന്ന്. പ്രൊഡ്യൂസറെ വേദന എന്നിട്ട് അറിയാലോ. തീർച്ചയായിട്ടും അറിയാം. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല, താരമില്ല, ഒന്നുമില്ല. സത്യമായിട്ടും ഇല്ല. ഇല്ലല്ലേ? ഇതിനിടയ്ക്ക് ശങ്കരാടിയായിട്ടൊരു കൊമ്പ് ഓർത്തോ? അത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. എന്തായിരുന്നു ശങ്കരാടി ചേട്ടനെ ഡ്രിങ്ക് കൊടുത്ത് പറ്റിച്ചത്. ഓ, അത് ശരി, പറ്റിച്ചല്ലേ? ഓക്കെ. ശങ്കരാടി ചേട്ടനൊക്കെ ഭയങ്കര വലിയ പ്രിൻസിപ്പൾസ് ഉള്ള ആളാണ്, തത്വദീക്ഷയുള്ള ആളാണ്. പിന്നെ മദ്യപിച്ചിട്ടൊന്നും സിനിമയിലൊന്നും അഭിനയിക്കില്ല. ഇല്ല. അപ്പം ഷൂട്ടിംഗ് ഇല്ലാന്ന് പറഞ്ഞു. പുള്ളിക്ക് ശരിക്കും ഇല്ല ഷൂട്ടിംഗ്. അപ്പൊ ഞാൻ 2 പെഗ് ചേട്ടൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഞാൻ റൂമിൽ വന്നിട്ട് പ്രൊഫഷൻ മാനേജരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ റെഡിയാവും, നമ്മൾ പ്ലാനിങ് മാറി, ചേട്ടന് ഷൂട്ടിംഗ് ഉണ്ടെന്ന്. പുള്ളി തകർന്ന് തരിപ്പണായി പോയി, അടിച്ചുപോയി. അടിച്ചിട്ട് അഭിനയിക്കാൻ പറ്റില്ല, പുള്ളി തകർന്നു പോയി. അത് പഴയ അഭിനയിക്കാൻ പറ്റില്ല, ചിലർക്ക് പറ്റില്ല. എനിക്കും പറ്റില്ല കേട്ടോ, എനിക്കും പറ്റില്ല. ചില ആൾക്കാർ അങ്ങനല്ലോ. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ മുഴുവൻ സാധ്യതയും പുറത്തെടുക്കണമെങ്കിൽ ലേശം ഉള്ളിൽ ചെല്ലണമെന്ന്. എനിക്ക് പറ്റില്ല അത്. പക്ഷേ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും. പക്ഷേ ബൈജു ഉണ്ടല്ലോ, ബൈജുവിന്റെ ഈ സംസാര രീതിയും പ്രകൃതവും കൊണ്ടാണെന്നോ എനിക്കറിയില്ല. ഈ പുറത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് അല്ല ബൈജുവിന്റെ ഇമേജ്, ഒറിജിനൽ സംഭവം എന്താണ് തോന്നുന്നത്? അല്ല, എനിക്ക് ബൈജുവിനെ അറിയാമല്ലോ, അതുകൊണ്ട് എൻ്റെ ഇതല്ല ഞാൻ പറഞ്ഞു. പൊതുവെ ജനത്തിനോട് ഇപ്പോൾ ഞാനൊരു ദിവസത്തിലെ തിരുവനന്തപുരത്ത് ഒരു സിറ്റി സർവീസിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ വണ്ടി കയറിക്കുന്ന എൻ്റെ വലിയൊരു അട്രാക്ഷനാണ്. ആ വണ്ടിയിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ കുറച്ച് കാലം മുമ്പാണ് ബൈജു ആ ആൽത്തറ ജംഗ്ഷനിൽ ആ തട്ടുകട അവിടെ നിൽപ്പുണ്ട്. ബൈജു സുഹൃത്തുക്കളുമായിട്ട് ആ സ്യൂഷ്യൽ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഒരാളോട് ഞാൻ പറഞ്ഞു, അതാ ബൈജു ആണ് എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നക്കാരനല്ലേ, ആൾക്കാരുടെ ഒരു ഇംപ്രഷനാണ്. പണ്ട് ശരിയായിരുന്നു അങ്ങനെ ഒരു ഇമേജ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു നിഷേധി എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടായിരുന്നു. അടിപിടി ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രായത്തിൽ അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പൊല്ലാപ്പൂൾ ഉണ്ടായിട്ടുണ്ടോ? പൊല്ലാപ്പൂൾ ഇഷ്ടംപോലെ കോടതിയും കേസും ഒക്കെ ആയോ? എല്ലാം ഉണ്ടായിരുന്നു. വരാന്ത് വഞ്ചൂർ കുറച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിനൊരു മടുപ്പുണ്ടായിട്ടുണ്ടോ? മടുപ്പുണ്ടായിട്ടുണ്ട്. പശ്ചാത്തലം ഇതെല്ലാം എന്താ പറയണ്ട, എല്ലാം സെറ്റിൽ ചെയ്യാണ് ചെയ്തത്. അവസാനം ആണോ? എല്ലാം സെറ്റിൽ ചെയ്തു. ഇപ്പൊ ഇവരെയൊക്കെ കണ്ടാൽ സുഹൃത്തുക്കളായിട്ട് അതൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവമാണെന്നേ. കാര്യം അങ്ങനെയുള്ള അനുഭവങ്ങൾ വേണം. നമ്മളിത് അങ്ങനെ പെട്ടെന്ന് ഒരാൾ കോഴ്സ് ഇറക്കൂല. അതുകൊണ്ട് കളി പഠിപ്പിക്കാൻ കളിയൊക്കെ അറിയാം, കളിയൊക്കെ നന്നായിട്ട് അറിയാം, സത്യമായിട്ടും അറിയാം. അറിയാം. എനിക്കൂടെ ഒരു വാണിങ് അത്. അതെന്നറിയാം, എനിക്ക് അതെന്താ വെച്ചാൽ ആ പ്രായത്തില് അതിൻ്റെതായിട്ടുള്ള ഈ ചില ലൈനിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് ഞാൻ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിക്കണ്ടേ? നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളടുത്ത് ഒരുത്തൻ കോഴ്സ് എടുക്കാൻ പാടില്ല. കൊട്ടേഷൻ ഗ്രൂപ്പ് വന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് എന്തിനാ വരുന്നത്? അല്ല, വന്ന അവനെ ഡീൽ ചെയ്യാൻ എന്തിനാ വരുന്നത്? ഒന്നാമത്തെ കാരണം അവന് വരേണ്ട കാര്യം ഞാൻ ഉണ്ടാക്കി കൊട്ടേഷൻ കൊടുത്തു. ബൈജിനെതിരായിട്ട് ഒരുത്തൻ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, പൊതുവെ എന്തിനാണ് ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്? എന്തിനാണ് പ്രതികാരം? അല്ല, പ്രതികാരം എന്തിനാണെന്ന്. ഇപ്പൊ കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യാറില്ല. ഞാൻ ആരെയൊന്നും കാശ് വാങ്ങിക്കാറില്ല, കടം വാങ്ങിക്കാറില്ല. ബൈജുവിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയാ? മോശമൊന്നുമില്ല, കുഴപ്പമില്ല. എനിക്ക് ജീവിച്ചു പോകാനുള്ള കാശുണ്ട്. ആക്രാന്തം ഉണ്ടോ? ഒന്നുമില്ല. ഒരുപാട് ആർഭാടം? ഒന്നുമില്ല. എനിക്ക് ഒന്നിനോടും ഭ്രമമില്ല, ഒന്നിനോടും ആർത്തിയില്ല. ചെലവേറി നടനാണോ? ചെലവ് ഞാൻ ആവശ്യത്തിനേ ചെലവാകും, അനാവശ്യമായിട്ട് പൈസ ചെലവാകും. ലൊക്കേഷനിൽ പ്രൊഡ്യൂസർ തലവേനയാണോ? ഒരിക്കലും ഇല്ല. അവിടെ എങ്ങനെ എക്സ്പെൻസീവ് ആണോ? ഞാൻ എന്റെ ആവശ്യത്തിന് ഞാൻ തന്നെയല്ലേ പൈസ കൊടുക്കുന്നത്. അതിന് പ്രൊഡ്യൂസറിന് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മളിപ്പോ ഒരു പ്രൊഡ്യൂസറിനെ ശല്യപ്പെടുത്താറില്ല. ഏയ് അല്ല, ഈ എക്സ്പെൻസീവ് ആണോ? അത്ര എക്സ്പെൻസീവ് അല്ല, അഡ്ജസ്റ്റബിളാ, അക്കോമഡേറ്റീവ്. ഞാൻ കേട്ടിട്ടുള്ളതേ, അത് ആൾക്കാർ ഇനി കെട്ടുകഥ പറയാന്ന് അറിയത്തില്ല.
ബൈജുവിന് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു തിരുവനന്തപുരത്തിന്റെ കുറച്ച് ഏറിയൊക്കെ വേണമെങ്കിൽ എഴുതി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. അത് ബൈജു തന്നെ ഒരു ദിവസം പറഞ്ഞത് ഒരു 10-100 കോടിയുടെ ഒക്കെ അച്ഛൻ ഉണ്ടായിരുന്നു. അത് എവിടെ കിടക്കുന്നു? നാട്ടുകാരുടെ കയ്യിലാണോ? ഇന്ന് ആ സ്വത്ത് ഉണ്ടായിരുന്നെങ്കിൽ വിറ്റിരുന്നെങ്കിൽ ഒരു 100-150 കോടിയുടെ സ്വത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യം തന്നെ. ഒരു കോടീശ്വരൻ ഇങ്ങനെ പിന്നെ 1 കോടി മത്സരിക്കണ്ടായിരുന്നു. സത്യം തന്നെ. എന്താ പറ്റിയത്? അതെല്ലാം ബൈജു ചെലവാക്കി കളഞ്ഞാണ്. ഞാൻ ചെലവാക്കിയൊന്നുമല്ല. ഇതെങ്ങനെ എന്റെ അച്ഛന് കിട്ടിയ കുടുംബ സ്വത്താണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം അന്യാധീനപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. ഇത്രയും പുരയുടെ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അല്ല എവിടെയെന്നറിയോ? കണ്ടാ പറയത്തില്ല. നമ്മുടെ കോട്ടങ്ങൽ സ്കൂളിന്റെ ഇറക്കമില്ലേ, ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി തീരുമ്പോഴത്തേനും ഒരു വയല്, പണ്ട് വയലുണ്ടായിരുന്നു. അയ്യോ അതെല്ലാം വീടായി. ആ വയല് കംപ്ലീറ്റ് എന്റെ ഫാദറിന്റെ കുടുംബത്തിന്റെ ആയിരുന്നു. അതുവഴി പോകുമ്പോൾ വലിയ സങ്കടം വരുമല്ലോ. ചെറുതായിട്ട് വരും, കണ്ണീര് വരും ചെറുതായിട്ട്. ഞാൻ അതിലെ പോകുമ്പോ അങ്ങോട്ട് നോക്കാറില്ല. നേരെ നോക്കി പോവല്ലേ കുറെ. അത് അച്ഛന്റെ കാലത്ത് തന്നെ പോയോ അതോ? അച്ഛന്റെ കാലത്ത് തന്നെ പോയോ. നമ്മളൊന്നും ഒന്നും നശിപ്പില്ല. അല്ല, അത് പ്രധാനമായിട്ട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, പണ്ടെന്ന് പറയുന്ന എല്ലാം കേസ് നടത്തലാണല്ലോ പ്രധാന ജോലി. പണ്ടത്തെ ആൾക്കാർക്ക് കേസ് നടത്തിയില്ലേ വ്യവഹാരം, കേസ് നടത്തണം. അപ്പൊ ഒരു വസ്തുവിന്റെ കേസ് നടത്താൻ വേണ്ടി വേറൊരു വസ്തു വയ്ക്കും. അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെ വിറ്റ് പോകും. അല്ല, ഈ ഞാൻ പറയുന്ന ആ മെയിൻ റോഡിൽ ഇന്നിപ്പം അറിയാലോ, അറിയാവുന്ന ആളല്ലേ. അപ്പൊ അവിടെ എന്തായാലും ഇപ്പൊ ഒരു 15 ലക്ഷം രൂപ വില വരും. അപ്പൊ എത്ര പറഞ്ഞോളൂ, അവിടെ 1 ഏക്കർ സ്ഥലമായപ്പോ തന്നെ 15 എത്ര കോടി രൂപയായി. അപ്പൊ ഏതാണ്ട് 8-9 ഏക്കർ സ്ഥലം ഉണ്ടാവും. ബൈജു അതുവഴി കാർ ഓടിച്ചു പോയി ഇങ്ങനെ ഇരുന്നങ്ങ് പോകും അല്ലേ? ഞാൻ ചുമ്മാ നമുക്ക് അർഹതപ്പെട്ടതല്ലേ നമുക്ക് കിട്ടുള്ളൂ. എനിക്കത് കിട്ടാത്തതിനും വിഷമമൊന്നുമില്ല. ഒന്നുമില്ല. അല്ല, ബൈജുവിന്റെ അധ്വാനത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ? ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്. ആണ്. അല്ല, കാരണം ഈ അച്ഛനുണ്ടോ ഇപ്പോ? ഇല്ല. അച്ഛനൊക്കെ 89 മരിച്ചു. അച്ഛൻ മരിക്കുമ്പോ തന്നെ ഏതാണ്ട് വസ്തുക്കളൊക്കെ ഇല്ലാതായി. ഓൾമോസ്റ്റ് എല്ലാം ഇല്ലാതായി. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങള് 3 പേരാണ്. മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? എന്റെ മൂത്ത വരെ ഉണ്ടോ? ഇല്ല. എന്റെ മൂത്ത ബ്രദർ പിന്നെ പോലീസിലായിരുന്നു, SI ആയിട്ട് റിട്ടയർ ചെയ്ത്. പിന്നെ ഒരു ബ്രദറുണ്ട്, അയാൾ സൗദി അറേബ്യയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഈ ഒരു പോലീസ് വേഷം എടുക്കുമ്പോൾ ഒരു ഗ്ലാമർ ഒക്കെ വരുന്നതിന്റെ രഹസ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. വീട്ടിൽ തന്നെ ഒരു പോലീസ് ഉണ്ട്. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു പോലീസിൽ. അതാ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് കിട്ടിയാണോ? കുറെ പേരൊക്കെ ഉണ്ട് അവിടെ. ട്രിവാൻഡ്രം ക്ലബിലും ഉണ്ട് കുറച്ച്. അവിടെ കുറെ ആൾക്കാരുണ്ട്. മാത്രല്ല, സാധാരണ ഈ നമ്മൾ കണ്ടുള്ള പല നടന്മാരും ഈ യൂണിഫോം എടുത്ത് കയറ്റിയാലും ആ ഒരു ഗ്രേസ് കിട്ടത്തില്ല, ചൊവ്വാകത്തില്ല. കാരണം ഒരു പോലീസുകാരുടെ ഒരു നോട്ടമൊക്കെ ഉണ്ടല്ലോ, മര്യാദ വേണമെന്നുള്ള ലൈൻ. പക്ഷെ അത് ബൈജുവിനുണ്ട്. അതല്ല, ഞാൻ ആദ്യം സംശയിച്ചിരുന്നത് ബൈജു വല്ല പോലീസിലെങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ആനിയുടെ അടുത്താണെന്ന് തോന്നുന്നു പറഞ്ഞു. അടുക്കളയിൽ പോയോ? ആനിയുടെ അടുക്കള പോയപ്പം ആനി പറഞ്ഞേക്കാണ് ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കൊന്ന് അടുക്കളയിൽ ഇരിക്കണം. അപ്പൊ ആനിയുടെ അടുത്താന്ന് പറഞ്ഞാണ് ഒരു SI ആവണമെന്നായിരുന്നു ആഗ്രഹം. ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആനി ചോദിച്ചു, പിന്നെ എന്താ ചേട്ടാ അതിന് വേണ്ടി ശ്രമിക്കാതെ? ഞാൻ ഡിഗ്രി വേണ്ടേ? അതെടുത്തില്ലല്ലേ? ഡിഗ്രി എടുത്തില്ല. എവിടെ വരെ പോയി? ഡിഗ്രി ആയപ്പോ മറിഞ്ഞു. അല്ല, സ്വന്തമായിട്ട് തോന്നിയതാ. ഒരു ജോലി കിട്ടാനല്ലേ പഠിക്കുന്നത്. ഇപ്പൊ ജോലി ഓൾറെഡി കിട്ടിയ പിന്നെ എന്തിനാണെന്ന് പഠിക്കുന്നത്? എന്റെ ആവശ്യമില്ല. പക്ഷെ അന്നേ സിനിമാടനായി പോയി. അതാ പറ്റിയത്. എനിക്കൊന്ന് അല്ലെങ്കിൽ ചിലപ്പം അച്ഛനൊക്കെ തള്ളി വിട്ടേനെ. അല്ലെങ്കിൽ ചിലപ്പോ ഡിഗ്രി ഒക്കെ എടുത്ത് പോയാൽ. നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം ഡിഗ്രി എടുത്തു, ഞാൻ ഒഴികെ. ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല. നല്ല ഡിഗ്രിയാണ്. ഡിഗ്രി കിട്ടാത്തോളം ഇത്. പിന്നെ കുട്ടേട്ടാ എന്താ കുട്ടേട്ടാ? ബൈജു ചേട്ടന് ഈ ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇത് സിനിമ ഇത് കേൾക്കാത്ത ശബ്ദം. അന്ന് ഒരു ഷാർപ്പ് കണ്ണാണല്ലോ. അടിപൊളി പടമാണല്ലേ? പിന്നെ സൂപ്പർ. ഇത് എനിക്ക് തോന്നുന്നു വെള്ളി നക്ഷത്രത്തിൽ നമ്മളൊരു ഗോപാലകൃഷ്ണൻ ചേട്ടനില്ലേ, അങ്ങനെ എടുത്ത പടമാണ്. എന്റെ പുള്ളിയാണ് എനിക്ക് അയച്ചു തന്നെ. ഇന്നത്തെ ഈ പീസായ കണ്ണൂരൊന്നും അല്ല, ഇത് തെളിച്ചോണ്ട്. ഇപ്പൊ പീസായോ? ഫിലമെന്റ് അടിച്ചു പോയി. ഫിലമെന്റ് അടിച്ചോന്ന് സംശയം. കുഴപ്പമില്ല. എനിക്കൊന്ന് ഇതൊരു പെയിന്റ് അടിക്കുമ്പോൾ ശരിയാവും. 42 വർഷമല്ലേ? അത്രയും കൊല്ലം. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബൈജു ചേട്ടന് എത്ര പ്രായമുണ്ട്? ഇയാൾക്ക് വേറെ പണിയൊന്നും, ഇയാൾക്ക് എന്തൊക്കെ അറിയണം. ഇയാൾക്ക് എന്ത് കാര്യം ഇപ്പൊ? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ചു നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു. എന്തെങ്കിലും ചോദിക്കണ്ടേ? എന്നാ പറഞ്ഞുതരാം. 12. ഇനി അയാളെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. യന്ത്രമല്ലേ, റോബോട്ടല്ലേ? അന്നേ ലാല് കമ്പനിയിലുണ്ട് അല്ലേ? നിങ്ങള് ഈ പ്രായത്തില് ലാലിന്റെ കൂടെ. അപ്പൊ ലാൽ എനിക്കൊന്ന് അന്ന് കയറി വരുന്നേ ഉള്ളൂ. അന്നൊരു 22 വയസ്സ്. പുള്ളി പക്ഷെ പടങ്ങളൊക്കെ ചെയ്തു വരുന്നു, കയറി വരുന്ന സമയമാണ്. 22 വയസ്സാണോ? കുറച്ച് വില്ലനും കുറച്ച് നായകനും ഒക്കെ അല്ലേ? അങ്ങനെ വരുന്ന സമയം. കമ്പനി ആയിരുന്നു. പിന്നെ കമ്പനിയൊക്കെ അന്ന് ഒരു ബുള്ളറ്റിലാണ് ഷൂട്ടിങ്ങിന് വരുന്നത്. പിന്നെ ലാലിന്റെ ഒരു ഉദയമായിരുന്നല്ലോ, ഒരു പിറവിയായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പിറവി. ആ യാത്രയ്ക്കൊത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയോ? എനിക്കോ?
എനിക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല അല്ല, എനിക്ക് ആ സൗഹൃദം രണ്ട് ധ്രുവത്തിലുള്ള ആൾക്കാരല്ലേ, മനസ്സിലായി? അല്ല ഞാൻ ഈ സൗഹൃദം കൊണ്ട് ഗുണം ഉണ്ടായെന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ട്രിവാൻഡ്രം ബെൽറ്റ് അല്ല, അങ്ങനെ ഗുണമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഗുണത്തിന് വേണ്ടിയൊന്നും ആരുമായിട്ട് അങ്ങനെ കൂടാറില്ല. ഇല്ല. എന്ത് ഗുണത്തിന് വേണ്ടിയാ കൂടുന്നത്? ഒരു കാര്യമില്ല. ഒന്നുമില്ല. ഈ മുട കൊണ്ടിരുന്ന പടം കിട്ടുമോ സാറേ? അതൊക്കെ കിട്ടും, കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. എന്നിട്ടും അഭിനയിച്ചില്ലേ 10-300 സിനിമയില്? 300 രൂപ അഭിനയിച്ചോ? ആ, അയ്യോ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് 300 സിനിമ. കണക്കിൽ 300 ഉണ്ടല്ലേ? ഓക്കെ. മാത്രല്ല എനിക്ക് തോന്നുന്നു ഒരു ഇടവേള എടുത്തു. ആ ഇടവേള എന്ന് പറയുന്നത് തീർത്തും ഒരു ഇടവേള അല്ലായിരുന്നു. ഇടയ്ക്ക് കിട്ടുമായിരുന്നു. 2, 3, 4 സിനിമയൊക്കെ അഭിനയിക്കുമായിരുന്നു. പക്ഷെ നമ്മള് വിഷമിച്ചിട്ടല്ല, പ്രൊഡ്യൂസർമാരെ വിളിച്ചില്ല. വിളിച്ചില്ല. പിന്നെ ഇവർക്ക് എന്ത് തോന്നി ഒന്നുകൂടെ വിളിക്കണമെന്ന്? അല്ല, പിന്നെ രണ്ടാം വരെ പക്ഷേ സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിന് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നത് നമ്മുടെ ഉത്തമണം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കിടിലമായി, രഞ്ജിത്തിന്റെ. അതന്നെ, പടം ഭയങ്കര ഹിറ്റൊന്നും ആയില്ല. അല്ല എന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതിനകത്ത്. മാത്രല്ല പിന്നെ ബൈജുവിന്റെ രണ്ടാം വരവില് ഒരു പുതിയ ബൈജു സന്തോഷിനെ ആൾക്കാർ കണ്ടത്, അത് ഗുണമുണ്ടായി തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഈ ഫിലമിന്റെ അടിച്ചു പോയിട്ടൊന്നുമില്ല. അതൊക്കെ കിടിലമായിട്ട് തന്നെ നിന്നു.